students, welcome back to my channel Philomath for Easy Mathematics. So നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ എക്സസൈസ് പ്രോബ്ലംസും സോൾവ്ഡ് എക്സാമ്പിൾസും ആയിട്ട് ചെയ്തിരുന്നത്. സോ നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫോർത്ത് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഷോ ദാറ്റ് എ റിലേഷൻ R in a set 1 to 3 given by R is equal to set of all ordered pair 1 2, ordered pair 2 1 is symmetric but neither reflexive nor transitive എന്നുള്ളതാണ് പ്രോബ്ലം. അതായത് ഇത് സിമെട്രിക് ആണ്, പക്ഷെ റിഫ്ലെക്സീവും അല്ല ട്രാൻസിറ്റീവും അല്ല എന്നുള്ളതാണ് പറയുന്നത്. സോ എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് ഇതില് നമ്മൾ ആദ്യം റിലേഷൻ തന്നിട്ടുണ്ട്, അതുപോലെ സെറ്റ് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഇത് സിമെട്രിക് ആയിരിക്കോ, ഇത് റിഫ്ലെക്സീവ് ആയിരിക്കോ? സോ ആൻസർ റിഫ്ലെക്സീവ്. ആദ്യം ചെക്ക് ചെയ്യേണ്ട റിഫ്ലെക്സീവ് ആണോ എന്നുള്ളതാണ്. സോ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്തായിരിക്കണം? ഈ സെറ്റിലെ ഏതൊരു എലമെന്റ് നമ്മൾ എടുത്താലും ഇവിടെ റിഫ്ലെക്സീവ് പെയർസ് ആയിട്ട് ഉണ്ടായിരിക്കണം. അതായത് 1 ഉണ്ടെങ്കിൽ ഇവിടെ 1 1 ഉണ്ടായിരിക്കണം. അവിടെ 1 ഉണ്ട്, പക്ഷെ ഇവിടെ 1 1 ഇല്ല. ഹിയർ എലമെന്റ് 1 belongs to set 1 2 3. സെറ്റ് 1 2 3 എന്തുണ്ട്? 1 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട്, പക്ഷെ അത് എവിടെ ഇല്ല? ആറിലില്ല. ബട്ട് ordered pair 1 1 not belongs to R. ആറിൽ അതുണ്ടോ? ordered pair 1 1 ഉണ്ടോ? ഇല്ല. Therefore not reflexive. Okay, റിഫ്ലെക്സീവ് അല്ലെങ്കിൽ അതിന് നമ്മൾ എന്ത് പറഞ്ഞാൽ മതി? ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ മതി. സോ ഇതാണ് റിഫ്ലെക്സിവിറ്റി അല്ലെന്ന് തെളിയിക്കാനുള്ളത്. ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഫുൾ മെത്തേഡ് ആയിട്ട് അതിന്റെ ഡെഫിനേഷൻ എഴുതിയാൽ മതി. ഇനി അടുത്തത് എന്താണ്? സിമെട്രിക് ആണോ എന്നാണ് നോക്കേണ്ടത്. സോ സിമെട്രിക്. ഓക്കെ, സിമെട്രിക് ആവണമെങ്കിൽ എന്തായിരിക്കണം? സിമെട്രിക് ആവണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടായിരിക്കണം. ഇവിടെ 1 2 ഉണ്ട്, 1 2 ഉണ്ടെങ്കിൽ ഏത് ഉണ്ടായിരിക്കണം? 2 1 ഉണ്ടായിരിക്കണം. ഇവിടെ 2 1 ഉണ്ടോ? ഉണ്ട്. അതായത് ഇതിലൊരു എ ബി എന്ന് പറഞ്ഞ ഫോമിൽ രണ്ട് എലമെന്റ് ഉണ്ടെങ്കിൽ ബി എയും ആ സെറ്റിൽ തന്നെ ഉണ്ടായിരിക്കണം. അപ്പോഴാണ് നമ്മൾ എന്ത് പറയാ? ദിസ് ഈസ് സിമെട്രിക് എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഇവിടെ ഉള്ള എല്ലാ എ ബി ഇതിൽ ആകെയുള്ള 1 2 2 1 ഉണ്ട്. സോ നമുക്ക് പറയാം എന്ത്? ഹിയർ എ ബി belongs to R implies B, A also belongs to R. അല്ലെ? എ ബി ഇതിലുണ്ടെങ്കിൽ 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പൊ നമ്മൾ ജനറൽ ആയിട്ട് എഴുതണം. അപ്പോ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ട്. therefore symmetric for അതിൽ ഇങ്ങനെയൊക്കെ എഴുതണം കേട്ടോ. ഫോർ എവരി എ ബി ബിലോങ്സ് ടു സെറ്റ് 1 2 3 ഇതൊക്കെ എഴുതണേ. ഇനിയിപ്പോ ഇത് എല്ലാത്തിലും പറയുന്നതുകൊണ്ട് ഇപ്പൊ എഴുതുന്നില്ല എന്നേ ഉള്ളൂ. സോ ഇനി അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. സോ ട്രാൻസിറ്റീവ് ആണോ നോക്കുക. എങ്ങനെയാ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ ബി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ബി സി ഉണ്ടെങ്കിൽ എ സി ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. സോ ഇവിടെ എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പൊ എന്ത് വേണം? എ സി വേണം അല്ലെ? ഹിയർ 1 2 belongs to R അല്ലെ? 1 2 ഉണ്ട്. ആൻഡ് പിന്നെ അതുപോലെ ഈ 2 സ്റ്റാർട്ട് ചെയ്യണത്. ഓക്കെ, 2 സ്റ്റാർട്ട് ചെയ്യണ സംഭവം എന്താണ്? ഇതിൽ വേറെ ഉള്ളത് 2 1 ഉണ്ട് അല്ലെ? ആൻഡ് 2 1 belongs to R. 1 2 ഉണ്ട്, 2 1 ഉണ്ട്. അപ്പൊ എന്ത് വേണം? 1 2 2 1 ഉണ്ടെങ്കിൽ 1 1 വേണം. അതായത് എ ബി ഉണ്ട്, ബി സി ഉണ്ട്. അപ്പൊ എന്ത് വേണം? എ സി വേണം. ഇവിടെ എ എന്താ? 1 ആണ്, സി എന്താണ്? 1 തന്നെയാണ്. സോ 1 1 ഇതിൽ ഉണ്ടായിരിക്കണം. 1 1 ഇതിലുണ്ടോ? ഇല്ല. സോ 1 1 not belongs to R. therefore not transitive. ഓക്കെ, സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ. നമ്മള് ട്രാൻസിറ്റീവ് ആണ്, സിമെട്രിക് ആണെന്ന് പറഞ്ഞിട്ട് സിമെട്രിക് ആണെങ്കിൽ നമ്മൾ ശരിക്കും അതിന്റെ ഡെഫിനേഷൻ എഴുതണം, പക്ഷെ ജനറൽ ആയിട്ടുള്ളത് എഴുതണം. പക്ഷെ റിഫ്ലെക്സീവും ട്രാൻസിറ്റീവും അല്ല. സോ നമ്മൾ എന്ത് ചെയ്താൽ മതി? അതിനുള്ള എക്സാമ്പിൾ മാത്രം പറഞ്ഞാൽ മതി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിന്റെ തൊട്ട് മുമ്പത്തെ വീഡിയോയും അതിന് മുമ്പത്തെ വീഡിയോയും നോക്കിയാൽ മതി. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇത് ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കാറുണ്ട്.
സോ അതായത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ഇക്വാലൻസ് റിലേഷൻ ആണോ എന്നൊക്കെ ചോദിക്കുന്ന പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് relation are in R. This is set of real numbers. Okay, these are a set of real numbers. Are defined as R is equal to set of all ordered pair AB such that A less than or equal to B, is reflexive and transitive but not symmetric. Okay, ക്വസ്റ്റ്യൻ ഇതാണ്. നമുക്കൊരു റിലേഷൻ തന്നിട്ടുണ്ട് ആൻഡ് അത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ നിന്നാണ്. അതൊക്കെ ഇതിനെയാണ് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്നാണ് ഈ ആറിനെ പറയുന്നത്. അതായത് ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക റിലേഷൻ ആണത്. ആൻഡ് അതെന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ നോട്ട് സിമെട്രിക് അല്ല എന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ആസ് യൂഷ്വൽ ആൻസർ എങ്ങനെ ചെയ്യാം? ആദ്യം ഏതാണ്? റിഫ്ലെക്സീവ്. സോ റിഫ്ലെക്സീവ് എങ്ങനെ നോക്കുക? റിഫ്ലെക്സീവ് ആണെങ്കിൽ ഏത് രണ്ട് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എയും ബിയും എന്തിൽ നിന്നുള്ളതാണ്? റിയൽ നമ്പർ ആണ്. ആൻഡ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കണം. സോ റിഫ്ലെക്സീവ് ആണെങ്കിൽ ഫോർ എവരി എ ബിലോങ്സ് ടു ആർ, ആർ എന്ന് പറയുന്ന റിയൽ നമ്പർ സെറ്റിൽ നിന്ന് ഏതൊരു എലമെന്റ് എടുത്താലും ഓക്കെ എന്തിലുണ്ടായിരിക്കണം? ഈ ആറിൽ, അതായത് റിലേഷൻ ആറിൽ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഡെഫിനിഷൻ അല്ലെ. സോ എ എന്ന് പറഞ്ഞ എന്താ? എ ബിലോങ്സ് ടു ആർ ഇംപ്ലൈസ് എ ഷുഡ് ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ അല്ലെ. ഓക്കെ, എ ആറിൽ ഉണ്ടെന്ന് പറയണമെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ആയിരിക്കണം. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ എ ഈക്വൽ ടു എ എന്നും കൂടി അർത്ഥമല്ലേ? ഇല്ലേ? അതായത് ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഒന്നോ ആണ് എന്ന് പറഞ്ഞത് ട്രൂ അല്ലേ? ഒന്ന് എന്ന് പറഞ്ഞാല് ഒന്നിനേക്കാൾ ചെറുതോ അല്ലെങ്കിൽ ഒന്നോ ആണ്. അപ്പൊ ഒന്നാണ് എന്നുള്ളത് കറക്റ്റ് ആണല്ലോ. സോ ഒന്ന് ലെസ് ദാൻ മാത്രമാണെങ്കിൽ നമുക്ക് ശരിയാണെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ ഇത് ഈക്വൽ ടു എന്നുകൂടി ഉണ്ട്. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം? ഇത് ട്രൂ ആണ് അല്ലെ. സോ എ ലെസ് ദാൻ ഈക്വൽ ടു എ എന്ന് പറയാം. സോ എ ബിലോങ്സ് ടു ആർ എന്ന് പറയാം. ദെർഫോർ റിഫ്ലെക്സീവ്. ഓക്കെ, അതായത് ഇതിലെ ഏതൊരു എലമെന്റ് എടുത്താലും നമുക്ക് ഇതിനെ എന്ത് പറയാൻ പറ്റും? റിഫ്ലെക്സീവ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് ഏതൊരു എലമെന്റും ലെസ് ദാൻ ഈക്വൽ ടു ആ എലമെന്റ് തന്നെയാണ്. ഓക്കെ, therefore this is reflexive. ഇനി അടുത്തത് എന്താ? അടുത്തത് ഏതായിരുന്നു? സിമെട്രിക് ആണോ നോക്കാം. സിമെട്രിക് എന്ന് പറയുമ്പോ ആദ്യം നമ്മൾ തുടങ്ങിയ എങ്ങനെയാ? ലെറ്റ് എ ബി ബിലോങ്സ് ടു A, B belongs to R. എ ബി എന്ന് പറയുന്നത് ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും? എ എന്ന് പറയുന്നത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, വിച്ച് ഇംപ്ലൈസ് എ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ? അതായത് എ ബി എന്ന് പറയുന്നത് ഈ റിലേഷനിൽ ഉണ്ടെങ്കിൽ എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കണം അല്ലെ? which not implies B is less than or equal to A. ഓക്കെ, അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് പറഞ്ഞാലും ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാലും ശരിയാണോ? അല്ല. കാരണം എന്താ? നമുക്ക് പറയാം 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണെന്ന് പറയാം അല്ലെ. 1 2നേക്കാൾ ചെറുതാണ് എന്ന് നമുക്ക് പറയാം. പക്ഷെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതിയാൽ മതി. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ, then A is less than or equal to B. Let BA belongs to R, which implies B less than or equal to A. അല്ലെ? ഡെഫിനിഷൻ വെച്ചിട്ട് നമ്മൾ എഴുതി. ഒരിക്കലും A less than or equal to B യും B less than or equal to A യും ആവില്ല. അങ്ങനെയാണെങ്കിൽ A യും B യും സെയിം ആയിരിക്കണം. സോ എല്ലാ കേസിലും അത് ശരിയായിരിക്കില്ല. Therefore A, B belongs to R
not implies B, A belongs to R. എന്തുകൊണ്ടാണ് അങ്ങനെ ആയത്? ഇത് രണ്ടും ആവണമെങ്കിൽ, ഇത് രണ്ടും ശരിയാവണമെങ്കിൽ A ഈക്വൽ ടു B ആയിരിക്കണം. ഓക്കെ, ഈ ഒരു കേസിന് മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ? ഇത് സിമെട്രിക് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. സോ ദിസ് ഈസ് ഇമ്പോർട്ടന്റ്. ഈ ഒരു ഭാഗം ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, സോ ഇനി അടുത്തത് എന്താണ്? ട്രാൻസിറ്റീവ്. ഓക്കെ, ഇവിടെ അധികമുള്ളവർക്കും ഡൗട്ട് വരും. കാരണം എന്താ, A ഈക്വൽ ടു B ആണ് എന്ന് പറഞ്ഞ ആ ഒരു പോസിബിലിറ്റി ഇല്ലേന്ന്. പക്ഷെ ഒരു കാര്യം മാത്രം ശരിയായിട്ട് സിമെട്രിക് ആവില്ല. സിമെട്രിക് ആവണമെങ്കിൽ എല്ലാം ശരിയായിരിക്കണം, അല്ലെ? അത് ഇപ്പൊ A ലെസ് ദാൻ വരുന്ന കേസിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. സോ അടുത്തതാണ് ട്രാൻസിറ്റീവ്. ട്രാൻസിറ്റീവ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് നോക്കാം. ലെറ്റ് A, B belongs to R and B, C belongs to R. Okay, transitivity പറയുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു രണ്ട് കേസ് പറയും, അല്ലെ? സോ let A, B belongs to R and B, C belongs to R. A, B belongs to R എന്ന് പറഞ്ഞാൽ എന്താണ്? A, B belongs to R എന്ന് പറഞ്ഞാൽ A less than or equal to B, അല്ലെ? A less than or equal to B എന്നാണ്. And B less than or equal to C, അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഈ സാധനത്തിനെ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2, അതുപോലെ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു B ലെസ് ദാൻ ഓർ ഈക്വൽ ടു C എന്ന് എഴുതിക്കൂടെ? അതെന്താ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് എഴുതിക്കൂടെ? ഞാൻ 2 തവണ സ്പ്ലിറ്റ് ചെയ്ത് എഴുതേണ്ട ആവശ്യം ഇല്ല, അല്ലെ? 2 തവണ എഴുതേണ്ട ആവശ്യമില്ല, ഒറ്റ തവണ എഴുതിയാൽ തന്നെ മതി. സോ ഇത് ഒറ്റ തവണ തന്നെ എഴുതിയാൽ മതി. സോ നമുക്ക് എന്ത് എഴുതാം? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു C എന്ന് എഴുതാം. ഓക്കെ, A less than or equal to C എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ഈ റിലേഷൻ നോക്കിയാൽ അറിയാം. A less than or equal to C ആണെങ്കിൽ AB എന്ന് പറയുന്ന ആ റിലേഷനിൽ ഉണ്ടാവും. സോ ഓർഡേർഡ് പെയർ AC, ഇവിടെ Aയും Cയും ആണ്. സോ AC എന്ന് പറയുന്നത് ബിലോങ്സ് ടു R ആയിരിക്കും. ഓക്കെ, അപ്പൊ എന്ത് കിട്ടി? AB belongs to R and BC belongs to R implies AC belongs to R. അത് വീണ്ടും എടുത്ത് എഴുതണം. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? Therefore transitive. Okay, not symmetric. Okay, so ഇതാണ് സിമെട്രിക്, ട്രാൻസിറ്റീവ്, അതുപോലെ റിഫ്ലെക്സീവ് ആണ് ഇതിൽ നമ്മൾ നോക്കിയത്. സോ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ചെയ്യാം. ഇതെന്ന് പറഞ്ഞാൽ അൺസോൾവ്ഡ് പ്രോബ്ലം ആണ്. ഓക്കെ, സോ ഒരു അൺസോൾവ്ഡ് പ്രോബ്ലം കൂടി ചെയ്യും. ഇതില് ഇനി ഞാൻ പറയാൻ പോകുന്ന മോഡൽ ക്വസ്റ്റ്യൻസും അധികം അങ്ങനെയാണ് ചോദിക്കുക. പക്ഷെ ഇങ്ങനെ ചോദിച്ചാലും അറിയണം, അതുകൊണ്ടാണ് ഇപ്പൊ ഈ 2 ക്വസ്റ്റ്യൻ ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അടുത്ത നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് ക്വസ്റ്റ്യൻസ് തന്നെ ആയിരിക്കും ഇതിൽ അധികം ഉണ്ടാവുക. ഓക്കെ, ഈ ഒരു ഭാഗത്ത് നിന്ന് വരിക. സോ നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ. ഷോ ദാറ്റ് റിലേഷൻ ആർ in the set Z of integers given by R is equal to set of all ordered pair AB such that 2 divides A minus B is an equivalence relation. Okay, so ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ടുള്ളത് റിലേഷൻ ആറിന്റെ സെറ്റ് Z of all integers is given by R is equal to set of all ordered pair AB such that 2 divides A minus B is an equivalence relation. സോ ഇക്വാലൻസ് റിലേഷൻ ആണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ നമുക്കറിയാം 3 ആണ്, അതായത് റിഫ്ലെക്സീവും സിമെട്രിക്കും ട്രാൻസിറ്റീവും ആണെങ്കിൽ അതിനെ നമ്മൾ എന്ത് പറയും? ഇക്വാലൻസ് റിലേഷൻ എന്ന് പറയും. സോ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കണം? സിമെട്രിക് ആണോ എന്ന് ഷോ ചെയ്യണം. സോറി, റിഫ്ലെക്സീവ്. ഓക്കെ, സോ റിഫ്ലെക്സീവ് ആണോ നോക്കണം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എന്താ കണ്ടീഷൻ? A ഉണ്ടെങ്കിൽ എയും ഉണ്ടായിരിക്കണം. സോ ഈ ഇന്റീജേഴ്സ് എന്ന് പറയുന്ന സെറ്റിൽ നിന്ന് ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും, ഓക്കെ, നമ്മൾ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും അതിന്റെ എ എന്ന് പറയുന്ന ഒരു എലമെന്റ് എടുത്തു കഴിഞ്ഞാൽ എ എന്ന് പറയുന്നത് ആറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ലെറ്റ് A belongs to Z.
ഓക്കെ, ഈ Z എന്ന് പറയുന്ന ഇന്റിജർ സെറ്റിൽ നിന്ന് നമ്മളൊരു എ എടുക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം, എ ബി ആറിലുണ്ടോ എന്ന് പറയണം. സോ എ ബി സോറി എ എ അല്ലേ റിഫ്ലെക്സീവ് ആണെന്ന് പറയാൻ കാണിക്കേണ്ടത്. എ ബിലോങ്സ് ടു ആർ സോറി റിലേഷൻ ആർ ആസ് ഓക്കെ എ എന്ന് പറയണമെങ്കിൽ 2 divides a minus b a minus a അല്ലെ. ഇത് എ ബി ആയതുകൊണ്ടാണ് എ മൈനസ് ബി എന്ന് പറഞ്ഞത്. പക്ഷെ ഇവിടെ എ ആയതുകൊണ്ട് എന്ത് പറയാം, എ മൈനസ് എ എന്ന് പറയാം അല്ലെ. ദാറ്റ് ഇംപ്ലൈസ് 2 divides a minus a. a നിന്ന് a പോയ എന്താ 0 അല്ലെ. 2 divides 0. ഓക്കെ, 2 0നെ ഡിവൈഡ് ചെയ്യില്ലേ. 0നെ ഏത് നമ്പർ കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും അല്ലെ. 0നെ നമുക്ക് 1 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, 0നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഏത് നമ്പർ കൊണ്ട് നമുക്ക് 0നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ 2 കൊണ്ടും 0നെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. Therefore ഇത് ശരിയാണ് അല്ലെ. 2 divides 0 എന്ന് പറഞ്ഞാൽ ശരിയായ കാര്യമാണ്. സോ നമുക്ക് എന്ത് പറയാം, a belongs to R എന്ന് പറയാം. Therefore for every a belongs to Z, a belongs to R എന്ന് പറയാം. a ആ റിലേഷനിൽ ഉണ്ടായിരിക്കും. സോ അതാണ് റിഫ്ലെക്സീവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് എന്താണ്, റിഫ്ലെക്സീവ് ആണെന്ന് കിട്ടി, അടുത്തത് സിമെട്രിക് ആണെന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, സോ റിഫ്ലെക്സീവ്. ഇനി സിമെട്രിക്. ഓക്കെ, സോ സിമെട്രിക് എന്ന് കാണിക്കണമെങ്കിൽ എ ബി ഉണ്ടെങ്കിൽ ബി എ ഉണ്ടാവും. അതാണ് സിമെട്രിക്കിന്റെ ഡെഫിനിഷൻ. സോ ഇവിടെ നമ്മൾ എ ബി ഉണ്ടെന്ന് പറയാണ്. ലെറ്റ് എ ബി ബിലോങ്സ് ടു ആർ. ഈ റിലേഷനിൽ എ ബി എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ടെന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും, വിച്ച് ഇംപ്ലൈസ് അതിന്റെ അർത്ഥം എന്താ, 2 divides a minus b. ഇതാണ് അതിന്റെ അർത്ഥം. 2 divides a minus b എന്നുള്ളതാണ് അതിന്റെ അർത്ഥമായിട്ട് വരുന്നത്. സോ നമുക്ക് എന്ത് പറയാം, 2 എന്ന് പറയുന്നത് a minus b നെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞു. അതായത് എയും ബിയും ഇന്റീജർ ആണ്. ഇപ്പൊ എയും ബിയും ഞാനൊരു 4ഉം 2ഉം എടുത്തു എന്ന് വിചാരിക്കുക. സോ 4 2 കുറച്ചാൽ a minus b എത്രയാണ്, 2. അതിനെ 2 ഡിവൈഡ് ചെയ്യും. അതായത് 2നെ 2 കൊണ്ട് കറക്റ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാം. അതേപോലെ നമ്മളിപ്പോ ഇതിനെ നേരെ തിരിച്ചിട്ടു എന്ന് വിചാരിക്കുക. 2 minus 4 എന്ന് ഇട്ടു എന്ന് വിചാരിക്കുക. 2 minus 4 എന്താ, -2. -2 divided by 2. അപ്പൊ എത്ര, -1. അങ്ങനെ ഏത്, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇതും ഒരു ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഇതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതായത് 2 ഇന്റീജറിനെയും നമ്മൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോഴും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഏത് 2 ഇന്റീജറിനെ എടുത്തു കഴിഞ്ഞാലും, ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. പക്ഷെ നമ്മൾ ഏത് 2 ഇന്റീജർ എടുത്താലും അതിനെ രണ്ടിനെയും നമ്മൾ മറിച്ച് ഇടുമ്പോ നമുക്കൊരു നെഗറ്റീവ് മാത്രമേ എക്സ്ട്രാ വരുള്ളൂ. ഓക്കെ, സോ നമുക്ക് എന്ത് പറയാം, 2 divides a minus b എന്ന് പറഞ്ഞാൽ 2 divides മൈനസ് ഓഫ്, ഇതിന്ന് ഞാൻ മൈനസിനെ പുറത്തേക്ക് എടുക്കുകയാണ്. ഈ മൈനസിന്റെ പുറത്തേക്ക് എടുത്താൽ -a plus b എന്ന് വരും അല്ലെ. അതായത് ഈ ഇപ്പൊ 2 എന്ന് പറയുന്നത് 40നെ ഡിവൈഡ് ചെയ്യുമെന്ന് നമുക്കറിയാം അല്ലെ. 2നെ ഡിവൈഡ് ബൈ 14നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതേപോലെ തന്നെ 2നെ നമുക്ക് -40 കൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് പറഞ്ഞൂടെ അല്ലെ. അതായത് ഈ ഒരു എലമെന്റിനെ അതിന്റെ നെഗറ്റീവ് കൊണ്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏതൊരു നമ്പർ എടുത്താലും അതിന്റെ നെഗറ്റീവിനെയും നമുക്ക് ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സോ നമ്മൾ ഇന്നൊരു നെഗറ്റീവിനെ പുറത്തേക്ക് എടുത്തു, വിച്ച് ഇംപ്ലൈസ് 2 divides മൈനസ് ഓഫ് ഈ ബി -a plus b എന്ന് പറഞ്ഞാൽ എന്താ, b minus a. ഓക്കെ, അപ്പൊ എന്തായി, b minus a നെ ഡിവൈഡ് ചെയ്യും, which implies 2 divides b minus a. 2 എന്ന് പറയുന്നത് b minus a നെ ഡിവൈഡ് ചെയ്യും. that implies 2 എന്ന് പറയുന്നത് b minus a നെ ഡിവൈഡ് ചെയ്യുന്ന പറഞ്ഞാൽ എന്താ, a യുടെ സ്ഥാനത്ത് b ആയി, b യുടെ സ്ഥാനത്ത് a ആയി. അപ്പോ ഇതിന്റെ b യുടെ സ്ഥാനത്ത് a എഴുതുക and a യുടെ സ്ഥാനത്ത് b എഴുതുക. therefore ab belongs to r. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടി ab belongs to r ആണെങ്കിൽ ba belongs to r ആണ്. therefore എന്തായി, സിമെട്രിക്. ഓക്കെ ആണോ? സോ നമുക്ക് സിമെട്രിക് ആണെന്ന് കിട്ടി. ഇനി അടുത്ത എന്താ കണ്ടുപിടിക്കണ്ടേ, ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. സോ ട്രാൻസിറ്റീവ് കൂടി ആണെങ്കിൽ എന്തായി,
ഇതൊരു ഇക്വാലൻസ് റിലേഷൻ ആയി. സോ ട്രാൻസിറ്റീവ് ആണോ എന്ന് നമുക്ക് നോക്കാം. സോ ട്രാൻസിറ്റീവ് ഓക്കെ. സോ ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, സോ എ സി ഉണ്ടായിരിക്കണം. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ലെറ്റ് എ കോമ ബി belongs to R and B comma C belongs to R. ഓക്കെ. എ ബിയും ബി സിയും ഇതിലുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഒരു എ ബി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് എഴുതാം? 2 divide, ഇതിന്റെ മീനിങ് എന്താണ്? 2 divides A minus B and 2 divides B minus C. അല്ലെ? ഡെഫിനേഷൻ ജസ്റ്റ് കൊടുത്തു. ഓക്കെ. ഇപ്പൊ രണ്ട് എലമെന്റ്സ് ഉണ്ട്, രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിനെ 2 ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ 2 എന്ന് പറയുന്നത് 20നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 22നെ ഡിവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. സോ ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, ഇതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ. സോ നമുക്ക് എന്ത് പറയാം? ഈ രണ്ടെണ്ണത്തിന്റെയും സമ്മിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തൂടെ? ഓക്കെ. അതായത് ഈ ഒരു നമ്പർ ഉണ്ട്, ഈ ഒരു നമ്പർ ഉണ്ട്. അപ്പൊ ഈ രണ്ട് നമ്പറും കൂടി ആഡ് ചെയ്താല്, ഓക്കെ, ഈ രണ്ട് നമ്പറിനെ കൂടി കൂട്ടിയാല് അതിനെയും നമുക്ക് എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാം? 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ എത്രയാ? 42. 42നെ നമുക്ക് ഡിവൈഡ് ചെയ്തൂടെ? ചെയ്യാം. സോ എന്തായി? രണ്ട് നമ്പേഴ്സിനെ ആഡ് ചെയ്താലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. വിച്ച് ഇംപ്ലൈസ് 2 divides ഈ രണ്ട് എ മൈനസ് ബിനെയും ബി മൈനസ് സിനെയും കൂടി കൂട്ടിയാലും ആഡ് ചെയ്താലും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം എന്നാണ് പറഞ്ഞത്. സോ എ മൈനസ് ബി പ്ലസ് ബി മൈനസ് സി അല്ലെ? ഇത് അതേപോലെ എഴുതി. വിച്ച് ഇംപ്ലൈസ് 2 divides, ഇതിന് മൈനസ് ബിയും പ്ലസ് ബിയും നോക്കിയേ, രണ്ടും ക്യാൻസൽ ആയി പോവില്ലേ? പോവും. സോ നമുക്ക് എന്ത് എഴുതാം? എ മൈനസ് സി അല്ലെ? 2 divides എ മൈനസ് സി. അപ്പൊ നോക്കിയേ, നമ്മുടെ റിലേഷൻ ഒന്ന് നോക്കിയേ. റിലേഷനിൽ എന്താ പറയുന്നത്? 2 divides a minus b ആണെങ്കിൽ എ ബി ആണ്. സോ 2 divides a minus c ആണെങ്കിൽ എ സി ആണ്. അതായത് ബിയുടെ സ്ഥാനത്ത് സി ആണ്. a, c belongs to R. ഓക്കെ. ഈ റിലേഷനിൽ എ സി ഉണ്ട്. സോ എ ബി ഉണ്ട്, ബി സി ഉണ്ട്, ഇംപ്ലൈസ് എ സി ഉണ്ട്. therefore ട്രാൻസിറ്റീവ്. ഓക്കെ. സോ ഇത്രയും കേസാണുള്ളത്. നമ്മുടെ 3 എക്സാമ്പിൾസ് ആണ് നമ്മളിപ്പോ ഇന്ന് ചെയ്തത്. അതിൽ ഒരെണ്ണം അൺസോൾവ്ഡ് ആയിരുന്നു ആൻഡ് രണ്ടെണ്ണം സോൾവ്ഡ് തന്നെയായിരുന്നു. സോ ഈ പ്രോബ്ലംസ് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.